ഹായ്, ഞാൻ അതാ വർക്ക് സ്പേസിൽ എത്തിട്ടോ. ഞാൻ അവിടെ എത്ര ഫ്രെയിംസ് വേണം എന്നുള്ള കൗണ്ട് നോക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി വന്നാട്ടോ. ഇവിടെ കുറച്ച് A5 ഉണ്ട്, ഇവിടെ കുറച്ച് A4 ഉണ്ട്. ഇതല്ലാണ്ട് തന്നെ എത്ര എണ്ണം വേണം എന്നുള്ളത് കൗണ്ട് എടുക്കട്ടെ, എന്നിട്ട് ഓർഡർ കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ആസ് യൂഷ്വൽ പ്രിന്റിങ് പരിപാടിയൊക്കെ തുടങ്ങാം കേട്ടോ. ഇന്നും ഇവിടെ നായ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ സ്ഥിരതാമസാക്കിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിരിക്കുക. എനിക്ക് ഒന്ന് ചൂടായതുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ആ നായ്ക്ക് എന്തോ ഒരു വയ്യായിക ഉണ്ട് കേട്ടോ, കാരണം നടക്കാനൊന്നും അത്ര അങ്ങോട്ട് ആവുന്നില്ല. ഇവിടെ അതാ പിന്നെയും കറണ്ട് പോയതാട്ടോ. ഞാൻ ഇപ്പോൾ അവിടെ കേട്ടന് നോർത്തിലായിട്ടാട്ടോ വെളിച്ചമില്ലാത്ത, പക്ഷെ കറണ്ട് പോയതാ. ആഴ്ചയിൽ ഇത്രയും കറണ്ട് പോകുന്നൊരു സ്ഥലം ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. ഇന്നാണെങ്കിൽ കുറേ പ്രിൻ്റ് ചെയ്യാനുണ്ടേനി, ഇനിയിപ്പോൾ വരെ ഇരിക്കും. കറണ്ട് വന്നിട്ടോ, ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ തന്നെ വന്ന്. അപ്പോൾ അതാ അവിടെ പണിയിലാണേ. ഞാൻ എന്നാൽ പ്രിൻറ്റിങ് ഒക്കെ തുടങ്ങട്ടെ. നമ്മൾ പ്രിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. അതിൽ നേരത്തെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ റൂം കൊണ്ടുവച്ചിട്ടുണ്ട്. ബാക്കി ഇനി കുറച്ചുകൂടെ ഉണ്ട്, ഇതുകൂടെ കൊണ്ടുവയ്ക്കണം. കഴിഞ്ഞിട്ട് പിന്നെ നല്ല പാക്ക് ചെയ്യാൻ തുടങ്ങാമെന്ന് വിചാരിക്കാം. അപ്പോൾ വെബ്സൈറ്റിൻ്റെ കുറച്ച് പണിയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പാക്ക് ചെയ്യാം കുറച്ച്. അപ്പോൾ നേരത്തെ തന്നെ ഡിസ്പാച്ച് ചെയ്യാൻ നോക്കാമല്ലോ. ഇവിടെ അഡ്രസ്സ് ഞാൻ ഓൾറെഡി ഇന്ന് രാവിലെ തന്നെ ഒക്കെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ അവിടെ ഒട്ടിച്ചില്ല. ഇനിയിപ്പോൾ ഡിസ്പാച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതൊക്കെ എടുത്ത് പാക്ക് ചെയ്യട്ടെ. തെർമോക്കോൾ ഇതാ ഇവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഇന്ന് തെർമോക്കോൾ എടുക്കേണ്ടി വരില്ല. കാരണം ഇന്നലെ ലാസ്റ്റ് 2 ഡിസ്പാച്ച് ചെയ്യാറുള്ളപ്പോഴാണല്ലോ തെർമോക്കോൾ കൊണ്ടുവന്നത്. അത് 2 ആവശ്യം ഉണ്ടായത്. അപ്പോൾ 2 എടുത്ത് അത് കഴിഞ്ഞ് ഇപ്പോൾ ബാക്കിയുള്ളതുണ്ട്, അപ്പം ഇന്ന് എടുക്കണ്ട. പിന്നെ ഇതാ തെർമോക്കോൾ ഇങ്ങനെ കട്ട് വെച്ചാൽ ഈസി ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ വെച്ചിട്ട് പിന്നെ 6 സൈഡിലും വെച്ചിട്ടാണ് പാക്ക് ചെയ്യുക. അപ്പം ഇത് ഞാൻ ഇന്നലെ കട്ട് ചെയ്താൽ ടോട്ടൽ ചിലപ്പോൾ സമയമുള്ള സമയത്താണെങ്കിൽ ഞങ്ങളിങ്ങനെ കട്ട് ചെയ്തൊക്കെ വെക്കലുണ്ട്. ഇപ്പോൾ തീരെ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് വെക്കലില്ല. കട്ട് ചെയ്ത് വെക്കേണ്ട സുഖമാണ്. ഇത് ഞാൻ ഇന്നലെ ഒരു 6 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 അതിൽ ഡിസ്പാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ 4 തെർമോക്കോൾ അതിന് വേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് ഈ 2. പിന്നെ ഇങ്ങനെ വേസ്റ്റ് തെർമോക്കോൾ വരും കേട്ടോ. ഇങ്ങനെ കുറേ ഇതാണ് നമ്മൾ മെയിനായിട്ടുള്ള വേസ്റ്റായിട്ട് വരിക. ഇത് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, കാരണം ഇത് കുറച്ച് വലുതാണ്. നമ്മൾ തെർമോക്കോളിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ ഇവിടെ 2 സൈഡ് ഉണ്ടല്ലോ, അവിടെ വെക്കാൻ ആവശ്യമുണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ കൊണ്ട് വലിയ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെ വേസ്റ്റിലിടും. പിന്നെ തെർമോക്കോൾ ആകുമ്പോൾ ഇങ്ങനെ കുറച്ച് പൊന്തി കിടക്കുമല്ലോ, അങ്ങനെയാണ് ഈ ഗാർബേജ് കവറിൽ ഫുള്ളാവുക. കാരണം തെർമോക്കോൾ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊന്തി കിടക്കും, അങ്ങനെ അത് ഫുള്ളാവുക. അപ്പോൾ പക്ഷേ വെയിറ്റ് ഉണ്ടാവില്ല, ഫുള്ളായി കിടക്കും. അങ്ങനെയാണ് ഉള്ളത്. ഇത് കൂടുതൽ ഗാർബേജ് ബാഗിലും അങ്ങനത്തെ സാധനമാണ് ഉള്ളത്. എന്താ വെച്ചാൽ നമ്മൾ മൂർച്ചയില്ലാത്ത കത്തി, നല്ല മൂർച്ചുള്ള കത്തിയാണെങ്കിൽ ഇവിടെ പോയി നല്ല മൂർച്ചുള്ള കത്തിയാണെങ്കിൽ ഓക്കെ. ഇത് നല്ല മൂർച്ചുള്ളതാകുമ്പോൾ വെച്ചാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊടി ഇല്ലാണ്ട് കിട്ടും. പക്ഷെ മൂർച്ചയില്ലാത്തതാണെങ്കിൽ ഇങ്ങനത്തെ കുറേ പൊടികൾ ഉണ്ടാവും കേട്ടോ. അതിനെക്കൊണ്ട് മൂർച്ചുള്ള കത്തി തന്നെ വേണം. ഇവിടെ തന്നെ ഡബിൾ ടാപ്പിനെ കൊണ്ട് കുറേ ഒട്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഞാൻ സാധനങ്ങൾ ഒട്ടിച്ചിടുന്നത്. പിന്നെ ഈ റൂം ഞങ്ങൾ ഒഴിവാക്കിയ സമയത്തെ അതൊക്കെ പറിച്ചെടുത്തിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ഫുള്ള് ഇങ്ങനെ അടയാളങ്ങൾ കാണുന്നത്, കുറേ കാണാമല്ലോ. ഈ ഒരു പെയിൻറ്റ് ഈ പെയിൻറ്റ് അത്ര ഇതില്ലാന്ന് തോന്നുന്നു, കാരണം വേഗം പറഞ്ഞു വരുന്നുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ചെറിയൊരു സെല്ലോ ടൈപ്പ് ഒട്ടിച്ചാൽ പോലും ഈ ഒരു പെയിൻറ്റ് ഇങ്ങനെ വേഗം പറഞ്ഞു വരുന്നുണ്ട്. ഇവിടെയൊക്കെ പുതിയ പെയിൻറ്റ് അടിക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാൻ വിചാരിച്ചിട്ടാ. പണി കഴിഞ്ഞില്ല, ഇതെടുത്താ ബ്രേക്ക് എടുത്താ രാവിലെ മുതൽ ഇരിക്കാൻ വേണ്ടിയല്ലേ. ഇപ്പം നാളെ ഒരു 2 ദിവസം കൂടി ഉണ്ടാവും പണി. അവിടെ കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ പണി മൊത്തം കഴിയും. പിന്നെ ഒന്ന് ഏടുന്നതനുസരിച്ചിട്ടേ ഒന്ന് മാനേജ് ചെയ്ത് പോയാൽ മതി. സീനൊന്നുമില്ല. ഈ ഫ്രെയിം എടുക്കാൻ പോകല്ലോ നമുക്ക്. ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത A3 ഫ്രെയിം ആട്ടോ. നല്ല രസമല്ലേ, ഓരോ വെഡിങ് ഇമേജസ് വെച്ചിട്ട് ചെയ്താട്ടോ. A3 കോമ്പോസിറ്റ് 3 ഫ്രെയിംസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ പാക്കിംഗ് ഒക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 A4 ഇവിടെ ഒരു സെറ്റ് ഗാലറി സെറ്റ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എത്ര പാക്ക് ചെയ്യാണ്ട്? ഈ കാണുന്നത് കൂടി പാക്ക് ചെയ്താൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. പാക്കിങ് കഴിഞ്ഞില്ലേ? നമ്മൾ ക്ലീൻ ചെയ്ത റൂം പിന്നെയും കുറച്ച് ഇതായി വരുന്നുണ്ട്. അതൊക്കെ ഇപ്പം തന്നെ ബാസ്ക്കറ്റിൽ കിട്ടാൻ വലിയ പ്രശ്നമില്ല. എന്താണ് അഭിപ്രായം? എൻ്റെ കൈൻ്റെ ഇതായിട്ട് മാറി അപ്ഡേറ്റ് എന്താ?
ഒരു മാറ്റമില്ല, സെയിം ആസ് ബിഫോർ തന്നെ കിടക്കുന്നുണ്ട്. സാധനം തൊടുമ്പോൾ വേനുണ്ട് ഇനി തന്നെ പറയാം. പക്ഷെ വേറെ എന്താ പറയുക അറിയുന്നില്ല അവിടെ ഉള്ളതായിട്ട്, പക്ഷെ തൊടുമ്പോൾ മാത്രം അവിടെ ഒരു സാധനം ഉണ്ടെന്ന് അറിയാം. 8 എണ്ണമാണെന്ന് തോന്നുന്നു. 8 എണ്ണം, 8 സെറ്റ്, 8 കോംബോയും ഗാലറി സെറ്റ് എല്ലാം കൂടെ. തെർമോക്കോളിപ്പോൾ ഒരു 8 എണ്ണം കറക്റ്റ് ഉണ്ട്, വേറെ എടുക്കേണ്ടി വരില്ല. ഒന്ന് പിന്നെ ഞാൻ ഓൾറെഡി നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പോയി ഫ്രെയിം എടുത്ത് തന്നാലോ? ഇന്നിപ്പോൾ ഇനി ഓട്ടോയിൽ ഫ്രെയിം ഇടേണ്ട എക്സ്പെൻസാണ്. അപ്പോൾ ഒന്ന് വേഗം പോയിട്ട് ഫ്രെയിം എടുത്ത് വരാം. പിന്നെ ഒന്നാമത് ഇന്നലെ ഫ്രെയിം ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് നേരെ വൈകുന്നില്ല വരാൻ. അപ്പോൾ അത്രയും ലേറ്റ് ആവും ഫ്രെയിം കിട്ടുക. ഇപ്പോൾ ഒരു 6:30 വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:30-4 മണി ആവാൻ അയക്കുന്നത്. അപ്പോൾ പോയി ഫ്രെയിം എടുത്താൽ വലിയൊരു പ്രശ്നമില്ല. ഈ വലിയ ഗാലറി സെറ്റ് വരുമ്പോൾ ഇങ്ങനെ കോമ്പോസറ്റ് വരുമ്പോൾ പ്രശ്നം സിൽക്കിലേക്ക് കയറ്റി സെറ്റ് ചെയ്തൊക്കെയുള്ളൊരു ടാസ്ക് ഉണ്ടാവില്ലേ? അതെ, ഇങ്ങനെ സെറ്റാക്കി വെക്കാം. കാരണം സ്ക്രാച്ച് വരാത്ത രീതിയിൽ വെക്കും വേണം. അതേപോലെ ഇതിലെല്ലാം കൂടെ കൊള്ളില്ല. പിന്നെ വേറെ സംഭവം ഫ്രെയിമിൻ്റെ കൗണ്ട് കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ പകുതി ഇവിടെ ആയിപ്പോകും. ഒരു കസ്റ്റമർ 10 ഫ്രെയിം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 9 എണ്ണമൊക്കെ ആയി പോയാലേ പിന്നെ അതൊന്നും അയക്കാൻ നമ്മൾ എക്സ്ട്രാ വേറെ ഷിപ്പിംഗ് ചാർജും കൊടുക്കേണ്ടി വരും. പിന്നെ വേറെ സിഗ്നേച്ചർ 2 മൈക്കിലാത്രണ്ടേ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എന്താ പറയണ്ടത്, അങ്ങനെ 2 ആക്കി പറയണതാണ്. അതാണ് 2 മൈക്കിൽ യൂസ്. ഈ മൈക്ക് പക്ഷേ നല്ലൊരു മൈക്കാട്ടോ. ആകെ 800 പെറ്റുള്ളൂ അല്ലേ ഈ മൈക്കിന്? 800 ഉള്ളു. പക്ഷെ പിന്നെ അതെ, അതല്ല, ഇത് കുറച്ചായി വാങ്ങിയിട്ട്. ഞാൻ ഇൻസ്റ്റയിൽ മറ്റേ വോയിസ് ഓവർ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഉള്ളതാണ്. പണ്ട് ഇതിൽ വേറൊരു മൈക്ക് കേട്ടോ. പണ്ട് മീൻസ് അങ്ങനെയല്ല, ഒരു കൊല്ലമായിട്ടുള്ള തുടങ്ങിയിട്ട്. ഒരു കൊല്ലം മുന്നേ എൻ്റെ വേറൊരു മൈക്ക് ഉണ്ടായിരുന്നു. ആ മൈക്ക് പിന്നെ കുറച്ച് കഴിയപ്പോൾ മൈക്കിൽ വർക്ക് ആവുന്നില്ല. അതിന് ശേഷം നമ്മൾ ഈ മൈക്ക് എടുത്ത് എടുത്തിട്ട് കുറേ കാലം യൂസ് ചെയ്ത്. ഇപ്പോൾ ഈ മൈക്ക് ഒരു 8-10 മാസമായി ഉണ്ടാവില്ല, ചിലപ്പോൾ 8-10 മാസം എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോൾ ബഡ്ജറ്റിൽ സെറ്റാണ് ഈ മൈക്ക്. ഈ മൈക്കിൻ്റെ ലിങ്ക് അതിന് വേണമെങ്കിൽ അടിയിൽ ആർക്കും വേണമെങ്കിൽ സ്റ്റാർട്ടേഴ്സിനൊക്കെ നല്ലതാണ്. 800 to 1000 ഉള്ളിലാണ്. എന്തായാലും ലിങ്ക് ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലിടാം. ഇത് സെറ്റാക്കിയോ? ഇതിപ്പോൾ എണ്ണ തുടങ്ങിയിട്ട് ഒരു 3 പ്രാവശ്യം കേട്ടോ, 4ാമത്തെ പ്രാവശ്യം ഉണ്ടെന്ന്. ഇതിപ്പോൾ ഒരു കസ്റ്റമർ ബുക്ക് ചെയ്തത്. ഇത് എത്ര സെറ്റാണ്? ഇതിൽ 12 ഫ്രെയിംസാണ് ഉള്ളത്. അതിന് പല പല സൈസ്. A4 ഉണ്ട്, പിന്നെ 6x10 ഉണ്ട്, 7x11 ഉണ്ട്, അങ്ങനത്തെ സൈസാണുള്ളത്. അപ്പോൾ 6x10 6 എണ്ണവും 7x11 4 എണ്ണമാണുള്ളത്. അപ്പോൾ ഞാൻ അത് കറക്റ്റ് ആണോ നോക്കിയത്. ഇങ്ങനത്തെ കസ്റ്റമേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 4000 3000 അങ്ങനത്തെ വലിയ വലിയ ബില്ലായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അയച്ചു കൊടുക്കണം, നല്ലൊരു പിന്നെയും നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ കറക്റ്റ് പൊട്ടാത്ത രീതിക്ക് ഇതൊക്കെ പാക്ക് ചെയ്ത് അയക്കണം. ഇതിപ്പോൾ ഒരു സിൽക്കിൽ കയറ്റിയതാണ്. ഇനിയിപ്പോൾ ഈ സാധനം വേറെ സിൽക്കിൽ കയറ്റേണ്ടി വരും അല്ലേ? ഇത് ഈ കസ്റ്റമർക്ക് സ്റ്റാൻഡ് വേണം. അപ്പോൾ അതാണ് ഡിഫറൻസ്. രണ്ടും ഒരേ സാധനം, കോംബോ സെയിം ആണ്. അന്നപ്പോൾ സീനില്ല കേട്ടോ. ആ കസ്റ്റമർ ഈ സിൽക്കി കയറി. ഈ ചില കസ്റ്റമർ 30 ഫ്രെയിമൊക്കെ ഒരുമിച്ച് ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് വന്നത് എത്രയാ? നമുക്ക് ഏറ്റവും കൂടുതൽ വന്നത് പറയണമെങ്കിൽ ഒരു 15,000-ന്റെ ബില്ലാണ് ഏറ്റവും വലിയൊരു സൈസ്. അതിൽ ഏതൊക്കെ ഒരുവിധം എല്ലാ സൈസും അതിലുണ്ട്. നമ്മളുള്ള എല്ലാ സൈസും ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ദിവസം ഈ വലിയ ബില്ലടിച്ചാൽ പിന്നെ വലിയ സീനില്ല. അങ്ങനെ വലിയ 2-3 ബില്ലടിച്ചാൽ കഴിച്ചിലേക്ക് പോലെ. അതെ, ചെറിയ ചെറിയ ബില്ലുകൾ ഒറ്റൊരു ബില്ലടിച്ചാൽ പണി ആരും ഇതിലേക്ക് മാത്രം ചെയ്താൽ മതി. അങ്ങനെ എല്ലാം കൊണ്ടും അതാണ് സുഖം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാ ദിവസവും ഈവനിങ് മഴയാണ്. അപ്പം നമുക്ക് ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ മഴ കൊള്ളാണ്ട് എടുത്ത് വരാം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അന്നത്തെ പോലെ നമ്മൾ പകുതി വൈക്കുന്ന എത്തി അവിടുന്ന് ഓട്ടോ വിളിച്ച് ഓട്ടോയിലും കൊണ്ട് വന്നാൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അതിൽ നല്ലത് ഇപ്പോൾ പോയിട്ട് എടുത്ത് വരുന്നത്. ഇവിടെ രാവിലെ എന്താ തുടങ്ങി കേട്ടോ ഈ ഹെയർ സ്റ്റൈലും കണ്ട് വെക്കാൻ വേണ്ടിയിട്ട്. മൈക്കില്ലാണ്ട് പറയുന്നൊന്നും കേൾക്കൂലതാ. ഞാൻ മൈക്കപ്പോൾ തരാം. ഞാൻ എല്ലാ ദിവസവും ഞാൻ മുടി പോണിട്ടേലാണ് കെട്ടുക. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കയറി വരും. ഇങ്ങനെ ബാൻഡാണല്ലോ നമ്മൾ ബാക്ക് കെട്ടുക. അപ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ കയറി വരും. ഓൾറെഡി എനിക്ക് മുടിക്ക് ഉള്ളില്ല. അപ്പം ഞാൻ ഇങ്ങനെ കെട്ടാമെന്ന് വിചാരിച്ചതാണ്. ചെന്നാട്ടും ഇങ്ങനെ നേർപ്പെടുത്തിട്ട് ഇങ്ങനെ ഇടാണെങ്കിൽ എനിക്ക് ചേരൂല, എൻ്റെ മുഖത്തിന് ചേരൂല. അതായത് ക്യാമറയെ കാണിക്കാൻ പറ്റില്ല, എനിക്ക് ഇവിടെ കൂടെ എടുത്തിട്ടെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്നാമെന്ന് വെച്ചാൽ മുഖം ഇങ്ങനെ ഷേപ്പ് ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ നമ്മൾ വീഡിയോ ഒരു 10,000 ആൾക്കാർ കാണുന്നതിനെ കൊണ്ട് കമൻറ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല. എന്നാ ഇന്നലെ ഒരാൾ കമൻറ്റ് ഇട്ടില്ലോ, നമ്മളെ അറിയാത്ത ഒരാൾ. ആതിരാസ് പറഞ്ഞ ആളുടെ കേട്ടോ കമൻറ്റ് ഇട്ട്. ആരാ അറിയില്ല, എന്തായാലും താങ്ക്സ് കമൻറ്റൊക്കെ ഇട്ടതിൽ. നമ്മൾ അറിയാത്ത ഒരാൾ ഇങ്ങനെ ഫസ്റ്റ് ടൈം കമൻറ്റ് ഇട്ടതിൽ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പം അങ്ങനെ ഇതിന് മുന്നേ നമ്മൾ പണ്ട് ഷോർട്സ് ഇട്ട ടൈം വേറെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സപ്പോർട്ടൊക്കെ ചെയ്തിട്ട്. ആളെ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ആളെ പിന്നെ കണ്ടില്ല കേട്ടോ. അന്ന് ആ ഷോർട്സ് ഇടുന്ന ടൈം നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളാട്ടോ. അങ്ങനെ ഇവിടെ അവൾ തോനെ കാലമായിട്ട് ഒരു മാങ്ങ കൊണ്ട് വെച്ചേക്കുന്നു കേട്ടോ, വെറുതെ ഓരോന്നും ഇവിടെ വടക്കാക്കി ഇടാനായിട്ട്.
ഈ മിണ്ടല്ലേ, ഞാൻ മാങ്ങ തിന്നാളെ. ഈയാണ് മാങ്ങ വെച്ചതാണ്. മാങ്ങ ഷുഗർ എത്ര ദിവസം എവിടെ കൊണ്ടുവച്ച്? പഴുത്തിട്ടില്ല, പഴുത്താലല്ലേ തിന്നാ. ഞാൻ അതില്ലേ എന്തിനാ കൊണ്ടുവച്ചറിയാം, മാങ്ങയും ഫ്രഷ് ക്രീമും ഇതൊക്കെ വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ എൻ്റെ മൈൻഡിൽ കണ്ടിട്ടുണ്ട്. അതിന് വേണ്ടി കൊണ്ടുവച്ചാൽ വീട്ടിൽ നിന്ന് എനിക്ക് സമയം ഉണ്ടാവില്ല. രാത്രി പാതിരക്ക് പോയി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പകൽ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാണ്. ഞങ്ങളിതാ ഫ്രെയിം എടുക്കാൻ വേണ്ടി പോവാട്ടോ. ചെറിയൊരു മഴക്കാറുണ്ട്, അന്നത്തെ പോലെ നമ്മൾ പെട്ടുപോലായിരിക്കും. പക്ഷെ അന്നത്തെ അത്ര മഴക്കാറില്ല, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. വേമ്പോ എടുത്തിട്ട് വരാം. നമ്മളിത് ഫ്രെയിം എടുക്കുന്ന ഷോപ്പിലെത്തിയിട്ടു, പക്ഷെ ആളിവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ അകത്ത് വെച്ചിട്ട് ഇവിടെ എടുത്തോളാം. അപ്പം നമ്മൾ ഫ്രെയിമൊക്കെ എടുത്ത് വന്നിട്ടോ, അതാ ഇവിടെ വെച്ചിട്ടുണ്ടേ. മഴക്കാറുണ്ട്, പക്ഷേ ഇതുവരെ മഴ പെയ്തില്ല, അതുകൊണ്ട് മഴ കിട്ടാണ്ട് അവിടെ എത്തിയിട്ടോ. ഇപ്പോൾ ഇതൊക്കെ വേഗം പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ആയിട്ട് ഇവിടുത്തെ ഫ്രെയിമൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഒന്നുകൂടി പാക്ക് ചെയ്യുന്നുണ്ട്, അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ്. പക്ഷെ പുറത്തുള്ള മഴയാന്ന് തോന്നുന്നില്ലേ, മഴ ഉണ്ടോ പുറത്ത്? അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ എന്താ ഡിസ്പാച്ച് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ മുന്നേ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ മഴ ജസ്റ്റ് ഒന്ന് ചോർന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് ഡിസ്പാച്ച് ചെയ്യാൻ പോയത്. പക്ഷേ എന്ന് വെച്ചാൽ ഇവിടെ മാത്രമേ മഴ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ DTDC പോയപ്പോൾ അവിടെ മഴ ഇല്ല. ഇപ്പം അങ്ങനെയുള്ള ചെറിയ ഓരോ ഏരിയയിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറിയാണല്ലോ മഴയൊക്കെ പെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ പരിപാടിയൊക്കെ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഓൻ്റെ പണി കഴിഞ്ഞില്ല കേട്ടോ, ഓൻ്റെ പണി കഴിഞ്ഞില്ല. എൻ്റെ പണി എപ്പോഴാണ് കഴിയുക? എൻ്റെ പണി കുറച്ചുകൂടി കഴിഞ്ഞാൽ എനിക്കൊന്ന് 2 ദിവസം എന്തായാലും ഉണ്ടാവും. അതാ അവർ കുറച്ച് കഴിഞ്ഞാൽ പോകും. അപ്പോൾ നാളെ 6 മണിക്ക് കാണേ.